മോൻസ് ജോസഫ് MLA കൂടി ചേരുന്നുണ്ട്. വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട് ശ്രീ മോൻസ് ജോസഫ്, താങ്കൾ ഈ വിഷയം അറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാറിലാണ് സംഭവം. വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയതിനെതിരെ 90 വയസ്സുകാർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. ഇടുക്കിയിൽ ഇതിനു മുൻപും മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി പ്രതിഷേധിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ കണ്ടതാണ്. അപ്പോഴും സർക്കാരിൻ്റെ കണ്ണു തുറന്നില്ല. ഇന്ന് അതിദൂരത്തിൽ ആറാടിക്കൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം വരെ നടത്തുന്നുണ്ട് ഡൽഹിയിൽ. അപ്പോഴും ഈ പാവപ്പെട്ട ജനങ്ങളെ കാണാൻ പിണറായി സർക്കാരിന് കണ്ണില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഇത് സർക്കാർ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ മുഴുവൻ ഇവിടെ ഭക്ഷണത്തിന് വകയില്ലാതെ, മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തില് ഒരു മാസത്തെ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മുടെ പെൻഷൻ അർഹതപ്പെട്ട മുഴുവൻ പേരും. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് മറ്റു മാർഗം ഒന്നും ഇല്ലാത്തവരാണ് പെൻഷന് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ ഒന്നാമത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ആണെന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ഇപ്പൊ ആർപ്പാടം ദൂർത്തുമാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ഡൽഹിയിൽ നിന്ന് സമരമൊക്കെ നടന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ പരിഹരിക്കാതെ ഡൽഹി പോയി ഇവരിക്കാൻ പോയിട്ട് ഇവിടുത്തെ കേരളത്തിലെ കാര്യങ്ങൾ പരിഹരിക്കാൻ നേരെയില്ലാതെ ഉള്ളൊരവസ്ഥയിലേക്ക് വരികയാണ്. ഇന്നിപ്പോ തന്നെ വണ്ടിപ്പെരിയാറ്റിലെ ഈ സമരം എന്ന് പറയുന്നത് അവർക്ക് 90 വയസ്സുള്ള ഒരു അമ്മച്ചി, ഒരു മാതാവ് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നിരിക്കേണ്ടി വരുമെന്ന്. കേരളം പോലെ ഇതുപോലെ ഭരണരംഗത്ത് സംസ്കാര സമ്പന്നമായി നിൽക്കുന്ന ഒരു നാടിന് ഇതുപോലുള്ള സാഹചര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇതെല്ലാം വരുത്തി വെച്ചു എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് സമാധാനം പറയണം. മറിയക്കുട്ടിയുടെ വിഷയം വന്നപ്പോഴും, മറിയക്കുട്ടി ചേട്ടത്തിയുടെ വിഷയം വന്നപ്പോഴും അവരെ പരിഹസിക്കാനും അവരെ ഓടിക്കാനുള്ള ശ്രമം നടത്തി കോടതി ഇടപെട്ടിട്ടാണ് അവസാനം അതിൽ തീരുമാനം ഉണ്ടാകുന്നത്. ഞങ്ങളിപ്പോ നിയമസഭയിൽ ഈ സമീപ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രതിപക്ഷ MLA മാർ ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയിൽ ഇടപെട്ടും അടിയന്തര പ്രമേയത്തിലൂടെയും അല്ലാതെയും ഒക്കെ ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നു. നിങ്ങൾ ഈ കുടിശ്ശിക പണം കുടിശ്ശിക മനുഷ്യൻ ഇതുപോലെ വിഷമിക്കുകയല്ലേ, അതുകൊണ്ട് കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള ഒരു നടപടി അടിയന്തരമായിട്ട് എടുക്കുക. 5 മാസം ഇപ്പൊ കുടിശ്ശികയുണ്ട്. 1-2 മാസത്തെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഡിസംബറിൽ കൊടുത്തു എന്നാ പറയുന്നത്. ഡിസംബറിൽ കൊടുത്തത് നവംബറില്ല, ഒക്ടോബറില്ല, അതിന് മുമ്പുള്ള മാസങ്ങളൊന്നും കൊടുക്കണില്ല. എങ്ങനെയാണ് ആളുകൾ ഇത് ഒരു മാസത്തെ ഈ ഒരു പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യന് ഇതൊന്നും പരിഹരിച്ച് പോകാനുള്ള യാതൊരു വഴിയില്ല. അതുപോലെ ആളുകൾ വിഷമിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇതുവരെ ഗുരുതരമായ ഇക്കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഈ കോടികളുടെ പ്രഖ്യാപനം നടത്തുന്നതല്ലാതെ മനുഷ്യന് 1000 രൂപ കിട്ടാനുള്ള കൈ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അതിലൊരു ന്യായീകരണവും ഇല്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. അതുകൊണ്ട് അടിയന്തരമായി പണം വിതരണം ചെയ്യാനും ഇതുപോലെ ഇതിന് ഈ വന്ന വണ്ടിപ്പെരിയാറ്റിൽ അമർച്ചി കേരളത്തിലെ എല്ലാ അമ്മമാർക്കും, എല്ലാ മാതാപിതാക്കൾക്കാണ് ഇതുപോലെ പെൻഷൻ കിട്ടാനുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഇവർ 2-3 പേര് പ്രതികാലമായി ഈ പ്രായത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെ കുറ്റം പറയാനായിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിന് പകരം മനസാക്ഷി അനുസരിച്ച് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി കുടിശ്ശികയുള്ള തുകയും പെൻഷൻ കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണം. തിങ്കളാഴ്ച മുതൽ ബഡ്ജറ്റ് ചർച്ച ആരംഭിക്കുകയാണ്. അതിശക്തമായ നിയമസഭയിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കും, ശക്തമായി പ്രതികരിക്കും. ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ നിലകൊള്ളും. അവിടെയാണ് ശ്രീ മോൻസ് ജോസഫ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ബഡ്ജറ്റിലൊക്കെ തന്നെ എത്ര കോടിയധികം വകയിരുത്തിയിട്ടുണ്ട് പെൻഷനുകൾക്കെന്ന് പറയുന്നു. ഓരോ തവണയും ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഈ തുകയൊക്കെ എങ്ങോട്ട് പോകുന്നു? ഈ പാവങ്ങളിലേക്കൊന്നും എത്തുന്നില്ല. അത് നമ്മുടെ റബ്ബർ കൃഷിക്കാരന് വേണ്ടി 500 കോടി 600 കോടി എന്നൊക്കെ പറയുന്നത് ഇവിടെ കൊടുക്കണം. 30 കോടി പോലും കൊടുത്തിട്ടില്ല. 40 കോടി. ഇത് കോടികൾ ഇങ്ങനെ പറയുന്ന ഇടുക്കി പാക്കേജ് 5000 കോടി 5 പൈസ കൊടുത്തിട്ടില്ല. കുട്ടനാട് പാക്കേജ് 10,000 കോടി, വയനാട് പാക്കേജ് 10,000 കോടി. ഇത് ചുമ്മാ ഓരോ വർഷം വെറുതെ പറയുന്നതല്ല. പൈസ ഒരൊറ്റ പണം കൊടുത്തിട്ടുണ്ട് ഇതുവരെ. അപ്പൊ ഇതുപോലുള്ള കോടികളുടെ പ്രഖ്യാപനം കൊണ്ട് ഇവിടെ പാൽവേലയായിട്ട് മാറുകയാണ്. അതൊക്കെ പ്രശ്നമാവുകയാണ്. നടപടികളാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. സർക്കാരിന് ഇത്രയും തുക മുടക്കി നവകേരള സദസ്സ് നടത്താനായിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാമെങ്കിൽ ഈ പാവങ്ങൾക്കുള്ള പെൻഷൻ കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പൊ എത്രയും പെട്ടെന്ന് പ്രയോറിറ്റി ഏതെന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി പുനഃപരിശോധിക്കണം. ഈ അനാവശ്യമായ ധൂർത്തും ആർഭാടങ്ങളും ഗവൺമെന്റ് ഇപ്പോൾ ഒഴിവാക്കണം. എന്നിട്ട് ഇതുപോലെയുള്ള മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾക്കും സാധാരണക്കാരായ ആളുകൾക്കും വേണ്ടി ഇത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. അവ പെൻഷൻ കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള നടപടിയാണ് ഈ ദിവസങ്ങളിൽ അടിയന്തരമായിട്ടുണ്ടാകേണ്ടത്. വളരെ നന്ദി ശ്രീ മോൻസ് ജോസഫ് പ്രതികരിച്ചതിലേക്ക്. ഓക്കെ, താങ്ക് യു.